പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ എംപ്ലോയീസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല പെർക്കുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് രാവിലെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഊബർ അല്ലെങ്കിൽ ഓല ക്യാബ് സർവീസുകൾ ഫ്രീ ആയി നമുക്ക് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി അതിനുവേണ്ടി പേ ചെയ്യും. അതിനുശേഷം നമുക്ക് ഫുഡ് ഫ്രീ ആണ്, നമുക്ക് ലഞ്ച് ഫ്രീ ആണ്, ഈവൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഫ്രീ ആയിരുന്നു. നമുക്ക് സ്നാക്സ് ഫ്രീ ആണ്, അതായത് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള, നമ്മുടെ ബാക്കി അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒരു മന്ത്ലി വൺസ് ഫ്രീ ബിയർ കൊടുക്കും. ഗൂഗിൾ മസാജസ് ഓഫർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പല പല. ഹലോ ഓൾ, വെൽക്കം. ദിസ് യുവർ ബ്ലണ്ട് ഗൈ. സോ ഇന്നത്തെ IT സീരീസ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഇതിനു മുമ്പ് IT കമ്പനീസ്, പ്രൊഡക്റ്റ് ബേസ്ഡ് സർവീസ് ബേസ്ഡ് കമ്പനികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പിലെ ജോബ് ഉണ്ട് എന്ന് സംസാരിച്ചു. ഇനി ഒരു IT കമ്പനിയിൽ അതായത് എന്തൊക്കെയായിരിക്കും ഒരു IT ബേസ്ഡ് കമ്പനികളുടെ പെർക്കുകൾ? സോ ഞാൻ പെർക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ആനുകൂല്യമാണ് എംപ്ലോയീസിന് കിട്ടുന്നത്. സാലറി ഉണ്ട്, അത് വേറെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സാലറിയുടെ പുറമെ എന്തൊക്കെയായിരിക്കും ഒരു എംപ്ലോയീസിന് IT കമ്പനിയിൽ സാധാരണ കിട്ടുന്ന പെർക്സുകൾ, അതാണ് സംസാരിക്കുന്നത്. നമുക്കിതിന് ഞാൻ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരണം സർവീസ് ബേസ്ഡ് കമ്പനികളിൽ പെർക്കുകൾ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ, നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ, അതായത് നല്ല വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ എംപ്ലോയീസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല പെർക്കുകൾ കൊടുക്കാറുണ്ട്. കാരണം നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും അവരെടുക്കുന്നത്. നല്ല ഹാർഡായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ എംപ്ലോയീസിനെ ലോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എംപ്ലോയി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം പെർക്സുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് നെയിം ചെയ്യുകയാണെങ്കിൽ, അത് കമ്പനി ടു കമ്പനി ഡിഫേഴ്സ് ആണ്. ചില കമ്പനി ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ടാവും, ചില കമ്പനി ഫ്രീ ആയിട്ട് ക്യാബ് സർവീസുകൾ കൊടുക്കുന്നുണ്ടാവും, ചില കമ്പനി ഇന്റർനെറ്റും ഫോണും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും യൂസ് ചെയ്യാൻ, ചില കമ്പനി കാർ പൂളിംഗ്, അതായത് കാർ ലീസുകൾ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും, ചില കമ്പനി ജിം റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ടാവും, ചില കമ്പനി അങ്ങനെ പലതും. അത് കമ്പനി ഡിപ്പെൻഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ടെക്കിയാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാനൊരു പ്രൊഡക്റ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ IT-യിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പെർക്സ് എന്ന് പറയുന്നത്, നമുക്ക് രാവിലെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഊബർ അല്ലെങ്കിൽ ഓല ക്യാബ് സർവീസുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി അതിനുവേണ്ടി പേ ചെയ്യും. അതിനുശേഷം നമുക്ക് ഫുഡ് ഫ്രീ ആണ്, നമുക്ക് ലഞ്ച് ഫ്രീ ആണ്, ഈവൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഫ്രീ ആയിരുന്നു. കോവിഡിന് ശേഷം അത് കട്ട് ചെയ്തു, ഇപ്പോൾ ലഞ്ച് ഫ്രീ ആണ്. നമുക്ക് സ്നാക്സ് ഫ്രീ ആണ്, അതായത് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള, നമ്മുടെ ബാക്കി അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും, അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും സ്നാക്സ് ഐറ്റംസും ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആണ്. അതായത് ലേസ്, അങ്ങനത്തെ സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്റർനെറ്റ് ബിൽ, നമ്മുടെ ബ്രോഡ്ബാൻഡ് ബിൽ, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ബിൽ കമ്പനിയാണ് പേ ചെയ്യുന്നത്. നമ്മുടെ ടെലിഫോൺ ബിൽ, നമ്മുടെ മൊബൈൽ ബിൽ കമ്പനിയാണ് പേ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ജിമ്മിലെ ബിൽ, നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിലെ റീഇംബേഴ്സ്മെന്റ്, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ റീഇംബേഴ്സ്മെന്റ്സ് കമ്പനിയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട്, അത് കമ്പനിക്ക് അനുസരിച്ച് നമ്മൾ ഡിഫറൻസ് ആകും. നമ്മൾ സാലറിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടാതെ നമ്മൾ കമ്പനി ടു കമ്പനി ഡിഫേഴ്സ് ആണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെർക്സുകൾ നമുക്ക് തരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കുകളുണ്ട്. നമുക്ക് അതിൻ്റെ വർക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഈ സെഷനിൽ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. നമുക്ക് ഒരു റിട്ടേൺസ് ഇല്ലാതെ ഒരു കമ്പനിയും ഒരാൾക്കും ഒന്നും കൊടുക്കില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള വർക്കുകളും അതിനനുസരിച്ചുള്ള പ്രഷറും ഉണ്ട്. അത് നമ്മൾ പുറകെ അടുത്തുള്ള വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. സോ സമ്മറി, പെർക്കുകൾ പല കമ്പനിയും പല ഡിഫറൻ്റ് ആയിരിക്കും. ഫുഡുകൾ, ചില കമ്പനി ഫ്രീ ഫുഡ്, ചില കമ്പനി ബിയർ ബാഷും വെക്കും, അതായത് ഓരോ മന്ത്ലി വൺസ് ഫ്രീ ബിയർ കൊടുക്കും. ചില കമ്പനി, US-ലുള്ള ചില കമ്പനീസ് മസാജസ് ഫ്രീ ഓഫർ ചെയ്യാറുണ്ട്. ഗൂഗിൾ മസാജസ് ഓഫർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു.
അങ്ങനെ പല പല കമ്പനികൾ പല പല പെർക്സുകളാണ് കൊടുക്കാറുള്ളത്. അത് ഈ സർവീസ് ബേസ് കമ്പനി ആകുമ്പോൾ ഇതൊന്നും കിട്ടില്ല കേട്ടോ. സർവീസ് ബേസ് കമ്പനി ആകുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്കൊരു കോഫി വെൻഡിങ് മെഷീൻ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു കോഫി ആയിരിക്കും എടുക്കാൻ പറ്റുന്നത്. കാരണം സർവീസ് ബേസ് കമ്പനിയുടെ റവന്യൂ പ്രൊഡക്റ്റ് ബേസ് കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റ് ബേസ് കമ്പനി വെച്ച് നോക്കുമ്പോൾ എന്തായാലും കുറവാണ്. അവർക്ക് ഇങ്ങനെ ഫ്രീ ഫുഡും ഇൻ്റർനെറ്റ്, ഫോൺ ബില്ല്, ക്യാബ്, ഊബർ, ഓല ഈ സാധനങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നല്ലൊരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല ഓപ്ഷൻസ് നമുക്ക് വേണ്ടി അവർ തരുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസും അതിൻ്റെതായ പ്രശ്നങ്ങളും അതിൻ്റെതായ ടൈം ലൈൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും ഈ സീരീസിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.